ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കർക്കിടകം സ്പെഷ്യൽ മുതിര പുഴുക്കാണ്. അപ്പോൾ നമ്മളിതിൽ വാഴയ്ക്കയും കൂടെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കർക്കിടക മാസത്തിൽ മഴയൊക്കെ ഉള്ളപ്പോൾ കഴിക്കാൻ പറ്റിയ ചൂട് കഞ്ഞിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിലെ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് ഈ അടിപൊളിയായിട്ടുള്ള റെസിപ്പി എന്ന് നോക്കാം. അപ്പോൾ ഈ മുതിരയിൽ ധാരാളം വൈറ്റമിൻസും കാൽഷ്യം അതൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ കൊഴുപ്പ് ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ എല്ലാവർക്കും ഇത് കഴിക്കാം. പ്രത്യേകിച്ചും ഈ മഴക്കാലത്തൊക്കെ നമ്മൾ ശരീരത്തിൻ്റെ ചൂട് നിലനിർത്താൻ ഈ ഒരു മുതിര പ്രയോജനപ്പെടും. അപ്പോൾ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ അത് ഉൾപ്പെടുത്താം. അപ്പോൾ കർക്കിടക മാസത്തിൽ രോഗപ്രതിരോധ ശക്തി എല്ലാവർക്കും കുറയുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മുടെ മഴയൊക്കെ ഉള്ളപ്പോൾ രോഗങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ കഞ്ഞി പോലുള്ളത് കഴിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ കൂടെ കോമ്പിനേഷനായി നമുക്ക് ഈ മുതിരപ്പുഴുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ കൊഴുപ്പ് ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു ഭക്ഷണമാണ് ഈ മുതിര. അതുപോലെ ഇതിൽ ധാരാളം വൈറ്റമിൻസും കാൽഷ്യം അതുപോലുള്ളതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ മുതിര ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ കർക്കിടക സ്പെഷ്യൽ റെസിപ്പീസ് ഒരുപാട് എൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ എല്ലാം തന്നെ ഒരു പ്ലേലിസ്റ്റിലാക്കി കൊടുത്തിട്ടുണ്ട്. കർക്കിടകം സ്പെഷ്യൽ കഞ്ഞി, പായസം, മരുന്നുണ്ട, അതിൻ്റെയൊക്കെ റെസിപ്പീസുണ്ട്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യണം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു മുതിര പുഴുക്കാണ്. ഇപ്പോൾ കർക്കിടക മാസത്തിലൊക്കെ മുതിര കഴിക്കുന്നത് നല്ലതാണെന്ന് പറയും. അതിനു വേണ്ടി ഞാൻ ഇന്ന് ഒരു പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മുതിരയും വാഴയ്ക്കയും കൂടെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുതിര നല്ലപോലെ കഴുകി ഞാൻ രാവിലെ തന്നെ ഒരു 6 മണിക്കൊക്കെ വെള്ളത്തിൽ കുതിരാനിട്ടു. ഉച്ചയ്ക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. ഒരു 12 മണിക്കൊക്കെ എടുക്കാൻ വേണ്ടി രാവിലെ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ വാഴയ്ക്ക ഒന്ന് തൊലി കളഞ്ഞിട്ട്, വാഴയ്ക്ക അരിയുമ്പോൾ കയ്യിൽ അല്പം ഒരു വെളിച്ചെണ്ണ തൊട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ കറുക്കാതിരിക്കും. അപ്പോൾ ഇതിനി തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇതും നമുക്ക് രണ്ടും കൂടെ ഒന്നിച്ച് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് തൊലി ഉരിച്ചെടുത്ത് കളയാം. ഇപ്പോൾ ഇതിൽ കല്ല് കാണും. അപ്പോൾ നമ്മളത് അരിച്ച് എടുക്കണം. അതുപോലെ ഇങ്ങനെ കുത്തി കുത്തി കൊടുത്തിട്ട്, അപ്പോൾ കല്ല് അടിയിൽ താഴും. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കല്ലിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും. അങ്ങനെ കല്ലുണ്ടെങ്കിൽ നമ്മളിതുപോലെ 1-2 പ്രാവശ്യം ചെയ്തെടുക്കാം. ഇപ്പോൾ അടിയിൽ കല്ല് കിടക്കുന്നത് കാണാം. ഇപ്പോൾ ഈ വാഴയ്ക്ക അരിഞ്ഞെടുത്തതിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരല്പം തൈരോ മോരോ നമുക്ക് ഒരു സ്പൂണ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടിങ്ങനെ പതച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കറകൾ പോകാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്കിനി ഇത് കഴുകിയെടുത്ത് കുക്കറിലോട്ടിടാം.
അപ്പോൾ നന്നായിട്ട് മുതിരയും വാഴയ്ക്കയും കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരല്പം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടപ്പടച്ച് അടുപ്പിൽ വയ്ക്കാം. അപ്പോൾ നമുക്കിനി ഇതിനുള്ള കൂട്ട് റെഡിയാക്കാം. ഞാനൊരു തേങ്ങയുടെ പകുതി ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകം, ഒരു 4-5 വെളുത്തുള്ളി അല്ലി. ഇത് നമുക്ക് മിക്സിയിലിട്ട് വേണമെങ്കിലും പൾസ് മോഡിലിട്ടെടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഇളകി വന്ന കഷ്ണങ്ങളും വെളുത്തുള്ളിയും ജീരകവും മിക്സിയിലിട്ട് ഒന്ന് ചതച്ചതിന് ശേഷം ബാക്കി തേങ്ങ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കാൻ പോകുന്നു. അപ്പോൾ നമുക്കിനി ഈ കൂട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ കൂട്ട് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അടുപ്പത്ത് വെച്ച് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. അങ്ങനെ കൂട്ട് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചു. ചെറിയ തീയിൽ നമുക്ക് കുറച്ച് സമയം ഇത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഇളക്കി എടുക്കാം. ഞാൻ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. കടുകിട്ട് കൊടുക്കാം. അപ്പോൾ വീണ്ടും കാണാം നല്ലൊരു റെസിപ്പീസുമായി. ചിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.